അഭിനന്ദിയ തിരുമേനി, ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കോട്ടയം ഭദ്രാസനത്തെ സംബന്ധിച്ചും മലങ്കര സഭയെ സംബന്ധിച്ചും നമ്മുടെ അഭിനന്ദനായ ഇവാനിയോസ് തിരുമേനിയുടെ വേർപാട് പോലെ തന്നെ നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരനുഭവമാണ് നമ്മുടെ ആദരണീയനായ പിതാവും ആചാര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ഐക്യരപ്പടവിലച്ഛൻ്റെ വേർപാട്. ഇത് ആകസ്മികമാണെന്നോ അകാലത്തിലാണെന്നോ സാധാരണഗതിയിൽ പറയുവാൻ സാധ്യമല്ല. ദൈവം മനുഷ്യൻ നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൻ്റെ ഒരു നല്ല ഭാഗവും അദ്ദേഹം നന്നായി പൂർത്തീകരിച്ച് തൻ്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഈ പിതാവ് വിളിക്കപ്പെടുമ്പോൾ നമുക്ക് ദുഃഖിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യമായ അർത്ഥത്തിൽ നാം ദുഃഖിക്കുകയല്ല, ദൈവസന്നിധി നാം സന്തോഷിക്കുകയാണ്. എങ്കിലും ലോകപ്രകാരം നമുക്ക് പ്രകാശഗോപുരങ്ങളായിരിക്കുന്നവർ നമ്മെ വിട്ടുപിരിയുമ്പോൾ നാം പെട്ടെന്ന് അന്ധകാരത്തിൽ പെട്ടതുപോലെ നമുക്ക് തോന്നുന്നു. നമ്മുടെ ഈ ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്ന അച്ഛന്മാരായ ഞങ്ങൾക്കും കൂടി വന്നിരിക്കുന്ന മറ്റ് ജനങ്ങൾക്കുമുള്ളത്. കാരണം എത്രയോ വർഷങ്ങളായി, അരനൂറ്റാണ്ടിലധികമായി ഈ പള്ളിയിലും ഈ പ്രദേശത്തും നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ സമാധാനവും ആശംസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഔപചാരികമായിട്ട് മാത്രം പറയുന്ന ആളായിരുന്നില്ല നമ്മുടെ ഈ അച്ഛൻ. അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് സമാധാനം ആശംസിക്കുകയും അവരുടെ ഐശ്വര്യത്തെ കാക്ഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നിരന്തരമായ പ്രകാശധാരയായിരുന്നു നമ്മുടെ ഈ ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായിട്ട് ആണെങ്കിൽ പോലും ആ വ്യക്തി നമ്മോടുകൂടെ ഇല്ലാതാകുമ്പോൾ നാം അന്ധകാരത്തിൻ്റെ അനുഭവത്തിലാകുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത്. എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പകാലം മുതൽക്കുള്ളൊരു ഓർമ്മയുണ്ട്. ഞാൻ ഈ അടുത്തുള്ള ദേശക്കാരനായതുകൊണ്ട് ഈ അച്ഛനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ വീട്ടുപേരറിയാം, അച്ഛനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ പരിചയപ്പെടുന്നത് വൈദിക സെമിനാരിയിൽ ചെന്നപ്പോഴാണ്. എൻ്റെ പ്രിയ സ്നേഹിതനായിരുന്ന CM എബ്രഹാം അല്ലെങ്കിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന ഈ ഇടവകക്കാരനായ എൻ്റെ പ്രിയ സഹോദരൻ ഇന്ന് നമ്മോട് കൂടെയില്ല. അദ്ദേഹവും ദൈവസന്നിധിയിൽ പ്രകാശമണ്ഡലത്തിലേക്ക് മുൻകൂട്ടി പോയി കഴിഞ്ഞു. അദ്ദേഹത്തിലൂടെയാണ് ഈ അച്ഛനെക്കുറിച്ച് കൂടുതലായി ഞാൻ അറിയുന്നത്. അദ്ദേഹം സെമിനാരിയിൽ വന്ന സമയം മുതൽ അച്ഛനെക്കുറിച്ച് എപ്പോഴും സുഹൃത്തുക്കളായ ഞങ്ങളോട് പറയുമായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം വൈദിക സെമിനാരിയിലേക്ക് വരുവാൻ കാരണമായത് എന്നുള്ളതും പറയുമ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അന്നു മുതൽ വാസ്തവത്തിൽ അച്ഛൻ അവിടെയൊക്കെ വരുമ്പോൾ എനിക്കും കുഞ്ഞുമോനോട് അച്ഛൻ കാണിക്കുന്ന വാത്സല്യം എന്നോടും ഞങ്ങൾ പലരോടും അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. മാത്രവുമല്ല, എപ്പോഴും അച്ഛനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം ജ്വലിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. അച്ഛൻ്റെ വാക്കുകളും അച്ഛൻ്റെ സമീപനവും ചെറുപ്പക്കാരായ ഷമാശന്മാർക്കും അച്ഛന്മാർക്കും എപ്പോഴും പ്രോത്സാഹജനകമായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 40 വർഷത്തിലപ്പുറത്തെ ഓർമ്മയാണ് എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിനെ കുറിച്ച് ഉള്ളത്. അത് ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ഓർക്കുകയും എത്ര മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഈ പിതാവിനോട് ദൈവം നമുക്ക് നൽകിയത് എന്ന് സ്തോത്രത്തോടു കൂടി ഓർക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വൈദിക സോഷ്യൽ കാവുങ്കലച്ഛൻ്റെ വീട്ടിൽ വെച്ച് നടന്നപ്പോഴും പലതരത്തിലുള്ള ക്ലേശങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അച്ഛൻ നല്ല ഊർജ്ജസ്വരനായിരുന്നു. അച്ഛൻ്റെ കവിത വായിച്ചു. ഇനിയൊരു കവിത അധികം താമസിയാതെ എഴുതണം
എന്ന് ഞങ്ങൾ പറയുകയും തമാശയായിട്ട് പല കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. ചെറുപ്പക്കാരെ പോലെ തന്നെ മനസ്സിനും ആത്മാവിനും നല്ല ഊർജ്ജസ്വലത അച്ഛൻ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇത്ര പെട്ടെന്ന് വിട്ടുപോകും എന്ന് സ്വാഭാവികമായും വിചാരിക്കുകയില്ല. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരുന്നു. അച്ഛൻ്റെ ശാരീരികമായ ഭൗതികമായ ഈ ദൗത്യം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. നമ്മോടുകൂടി ആത്മീയമായി അച്ഛനിപ്പോൾ സന്നിഹിതനാണ്. നമുക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ നമ്മെ കരുതുവാനും കൂടുതൽ നമ്മെ സ്നേഹിക്കുവാനും അച്ഛൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചേർന്നിരുന്നുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു മൃത്യുഞ്ജയ മന്ത്രമുണ്ട്. മൃത്യുവിനെ ജയിക്കാനുള്ള മന്ത്രമാണ്, മരണത്തെ മറികടക്കാനുള്ള മന്ത്രമാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ മൃത്യുഞ്ജയ മന്ത്രമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സഭ അന്നു മുതൽ ഇന്ന് വരെയും അത് പാലിക്കുന്നുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ക്രിസ്ത്യാനികളുടെ മൃത്യുഞ്ജയ മന്ത്രം. ഞാൻ അച്ഛനെ കാണുമ്പോഴൊക്കെ ഓർക്കുന്നതാണ്. അച്ഛന് പ്രായക്കൂടുതലുണ്ട് നമ്മൾക്കാൾ. അച്ഛന് ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങളുണ്ട്. കൂടെ ആശുപത്രിയിലൊക്കെ പോകും. എങ്കിലും അച്ഛനെ കാണുമ്പോൾ ഇതാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഈരടികളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ മന്ത്രത്തിൽ ഒരു പഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉർവാരുകപ്പഴം. അത് ഒരു തരത്തിലുള്ള വിശിഷ്ടമായ ഒരു തണ്ണിമത്തങ്ങയാണ്. അതിൻ്റെ വഴിയിൽ നിന്ന് അത് വേർപെടണമെങ്കിൽ നല്ലവണ്ണം അത് പാകമാകണം. വഴിയിൽ നിന്ന് വേർപെട്ട് ഞെടുപ്പ് വിട്ട് കഴിയുമ്പോൾ മാത്രമാണ് അതിന് സൗരഭ്യമുണ്ടാകുന്നത്. അതുവരെ അതിന് സൗരഭ്യം ഉണ്ടാവുകയില്ല. വള്ളി എന്ന് പറയുന്നത് മരണത്തിൻ്റെ വള്ളിയാണ്, മൃത്യുവിൻ്റെ വള്ളിയാണ്. അത് ഈ ലോകത്തിൻ്റെ ഭൗതികമായ വള്ളിയാണ്. അതിൽ ചേർന്നിരിക്കുമ്പോൾ പൂർണ്ണമായ സൗരഭ്യം കിട്ടുന്നില്ല. ഇത് ഭാഗമായി കഴിഞ്ഞ് ആന്തരികമായും ബാഹ്യമായും അതിൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് സ്വാഭാവികമായി വള്ളിയിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അവിടെ കറയൊലിക്കുന്നില്ല, അവിടെ വേദനയില്ല, അവിടെ ദുഃഖമോ കണ്ണുനീരോ ഇല്ല. അങ്ങനെ വേർപെട്ട് കഴിയുമ്പോൾ അത് അസുലഭമായ സൗരഭ്യം പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പുരാതന ക്രിസ്തീയ പാരമ്പര്യത്തിൽ അങ്ങനെയും ഒരു ചിന്തയുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജീർണത ആരംഭിക്കുകയാണെന്ന് പറയും. വാസ്തവമാണത്. ശരീരം ജീർണിക്കുകയാണ്. ആ ജീർണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, എല്ലാ ജീവികളുടെയും ശരീരത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ആത്മീയമായ അർത്ഥത്തിൽ നാം വേർപെടുമ്പോൾ, ഈ ഭൗതികമായ വള്ളിയിൽ നിന്ന്, മരണത്തിൻ്റെ വള്ളിയിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മൾ സൗരഭ്യമുള്ളവരായി തീരുന്നു. ഈ ലോകത്തിൽ സാത്വികമായി ജീവിച്ച് നന്മയും സത്യവും അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവൻ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്നവരിൽ നിന്ന് സൗരഭ്യമുണ്ടാവും. അത് ശാരീരികമായ ഭൗതികമായ സൗരഭ്യമല്ല, നേരെ മറിച്ച് ആന്തരികമായ പ്രസാദത്തിൻ്റെ സൗരഭ്യമാണ്, സുഗന്ധമാണ് എന്നറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ആചാര്യൻ, ഈ ബഹുമാന്യനായ പിതാവ് അങ്ങനെ നമുക്ക് പുതിയ ഒരു സൗരഭ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അച്ഛന്മാരെയൊക്കെ 3-4 വർഷങ്ങളൊക്കെ ആകുമ്പോൾ സ്ഥലം മാറ്റുന്ന രീതിയാണ്. അതൊരു പുതിയ രീതിയാണ് വാസ്തവത്തിൽ. അതിൻ്റേതായ പ്രയോജനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആ പഴയ തലമുറയിൽപ്പെട്ട, എനിക്ക് തോന്നുന്ന അവസാനത്തെ കണ്ണികളിൽ ഒരാളാണ് നമ്മുടെ ഈ ഐക്യപ്പടവിൽ അച്ഛൻ. അതായത് അരനൂറ്റാണ്ടിലധികം ഒരു പള്ളിയിൽ തന്നെ ഒരു ജനസമൂഹത്തെ ശുശ്രൂഷിക്കുക, നിരന്തരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 3-4 തലമുറകളിൽപ്പെട്ട കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുകയും വിവാഹം കഴിപ്പിക്കുകയും പലരുടെയും ശവസംസ്കാരം നടത്തുകയും ഒക്കെ ചെയ്ത് അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇഴുകിച്ചേരുന്ന ഒരു വൈദികനാണ് നമ്മുടെ പഴയ പാരമ്പര്യത്തിലുള്ളത്. പലരുടെയും സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള മിക്ക വൈദികരും യഥാർത്ഥത്തിൽ ഈ പെട്ടെന്ന് മാറിപ്പോകുന്ന വൈദികരെക്കാൾ കൂടുതലായിട്ട്
ജനങ്ങളുടെ ആധ്യാത്മികമായ പുരോഗതിക്കും അവരുടെ ആന്തരിക പ്രകാശത്തിനും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ലോകത്തിൻ്റെ ബാഹ്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ല. അവർ 2-3 തലമുറകൾക്ക് മുൻപുള്ളവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ചില രീതികളും അവരുടെ ചില ധാരണകളുമൊക്കെ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ തലമുറകളിലൂടെ അവർക്ക് സുസ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാധ്യാത്മിക ജീവൻ്റെ ധാരകൾ, ആ ധാരയ്ക്ക് മുറിവുണ്ടാകുന്നില്ല, ആ ധാര വിട്ടുപോകുന്നില്ല. അത് എല്ലാ തലമുറകളിലൂടെയും പ്രവഹിക്കുന്ന ദൈവത്തിൻ്റെ ജീവനായി അവരത് കാണുകയും അതിനെ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അതും പറയാനായിട്ട് സാധിക്കും. തലമുറകളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാണൻ നമുക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ബാഹ്യമായിട്ട് തിരിച്ചറിയാൻ പ്രയാസമാണ്. പലരുടെയും ആന്തരിക ജീവിതത്തിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ തിരിച്ചറിയും, ഇതായിരുന്നു എൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആ പഴയ തലമുറയിൽ അവസാനത്തെ കണ്ണികളിൽ ഒന്നായി ഈ അച്ഛൻ നമ്മോട് യാത്ര പറയുമ്പോഴും നമുക്ക് ആ വലിയ ആദർശം മറക്കാതിരിക്കാം. കാരണം നമ്മുടെ സ്ഥലം മാറിപ്പോയാലും എവിടെ പോയാലും ജനങ്ങളെ നിരന്തരമായിട്ട് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മുൻപിൽ നിൽക്കുന്നവനെന്നാണ്. വെറുതെ മുൻപിൽ നിൽക്കുന്നവനല്ല, ആരാധനാ സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നവനാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് നിത്യസൂര്യനായ യേശുവിനെ ലക്ഷ്യമാക്കി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ മുൻപിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവനാണ് പുരോഹിതൻ. ആ അർത്ഥത്തിലും ഈ വന്യപിതാവ് തൻ്റെ പൂർണ്ണമായ ശുശ്രൂഷ നിർവഹിച്ചു, അത് വിശ്വസ്തമായി നിർവഹിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അവസരത്തിൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ പ്രദേശം മുഴുവൻ അവരുടെ ഹൃദയത്തിൽ വലിയ ദുഃഖം വഹിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് വലിയ ദുഃഖമുണ്ട്. കോട്ടയം ഭദ്രാസനത്തിന് ഇവാനേശ്വരിമേനയുടെ വേർപാടിനോട് ചേർന്ന് വീണ്ടും അതേ അളവിൽ തന്നെയുള്ള ഒരു വേർപാടാണ് നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് ഭൗതികമായിട്ടുള്ള വേർപാടായിട്ട് മാത്രം നമുക്ക് കാണാം. ഇവരെ ഈ ലോകത്തിൽ പ്രസരിപ്പിച്ചതായ വലിയൊരു ഊർജമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഊർജവും തേജസ്സുമാണ്. അത് ഇവിടെയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതങ്ങളെ അതോട് ചേർത്ത് പുതുതായിട്ട് പണിയുവാനും പുതിയ തലമുറകൾക്ക് ആശ്വാസവും പ്രചോദനവും നൽകുവാനും അത് സഹായിക്കും. ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഈ പിതാവിൻ്റെ കുടുംബാംഗങ്ങളായി രക്തബന്ധത്തിലുള്ളവരും അതിന് പുറത്ത് ഉള്ള എല്ലാവരും ഒരു കുടുംബമാണ്. ഈ പിതാവിനെ സംബന്ധിച്ച് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ വലിയ കുടുംബം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് താഴ്മയോടുകൂടി സ്തോത്രത്തോടുകൂടി ഈ പിതാവിൻ്റെ വലിയ ജീവിതത്തിന് വേണ്ടി ധന്യമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ നിൽക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഈ പിതാവിനെ പ്രകാശത്തിൻ്റെ മണ്ഡലത്തിൽ പരിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടുമൊപ്പം വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ്റെ ഹൃദയസ്പർശിയായ